ഹലോ വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്കിന്നിന് കുറച്ച് കൊല്ലങ്ങളായിട്ട് എനിക്ക് വർക്കൗട്ടായ എൻ്റെ ആക്നേസിന്, പിമ്പിൾസിന്, ആക്നെ പ്രോൺ സ്കിന്നിന്, ഓയിലി സ്കിന്നിനൊക്കെ വർക്കൗട്ടായ കുറച്ച് ഫേസ് വാഷാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്ട്രിക്ട്ലി ഫോർ ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ, പിമ്പിൾ പ്രോൺ, പോർസ് ഉള്ള സ്കിൻ, ഇങ്ങനത്തെ ഈ ഒരു സ്കിൻ ടൈപ്സിന് മാത്രമാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഫേസ് വാഷ്. അല്ലാതെ ഡ്രൈ സ്കിന്നോ സെൻസിറ്റീവ് സ്കിന്നോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓഡിയൻസിന് അത് ക്ലിയർ ആയിട്ട് ഞാൻ പറയാണ്, ആക്നെ പ്രോൺ, പിമ്പിൾ പ്രോൺ, ഓയിലി സ്കിൻ, ഈ മൂന്ന് ടൈപ്പ് ഓഫ് സ്കിന്നിന് പറ്റുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഞാൻ ഡോക്ടറല്ല, അത് തന്നെ ആദ്യം എനിക്ക് ക്ലിയർ ചെയ്യണം. ഞാൻ ഡോക്ടറല്ല, നിങ്ങളെ പോലെ ജസ്റ്റ് ഒരു കസ്റ്റമർ, ഒരു കൺസ്യൂമർ. നമ്മൾ ഈ മോൾസിലും ഓൺലൈൻ ഷോപ്പിങ്ങിലും ഒക്കെ പല പ്രോഡക്ട്സും ട്രൈ ചെയ്തിട്ട് നമുക്ക് ചിലത് വർക്കാവും ചിലത് വർക്കാവില്ല. അങ്ങനെ എനിക്ക് പിമ്പിൾസിനായിട്ട് എനിക്ക് എപ്പോഴും പിമ്പിൾസ് ഉണ്ടാവില്ല, ബട്ട് പിമ്പിൾ ഉള്ള സമയത്ത് എനിക്ക് കുറച്ച് ഫേസ് വാഷ് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട കുറച്ച് ഫേസ് വാഷാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിലത്തെ ഏറ്റവും ഇഷ്ടമുള്ളതും ഒക്കെ ഞാൻ എന്തായാലും ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ആൻഡ് ഇതിലത്തെ ഒരെണ്ണം വന്നിട്ട് ഡെർമാറ്റ് റെക്കമെൻഡഡ് ആണ്. അത് ഞാൻ നിങ്ങളോട് ട്രൈ ചെയ്യണമെന്ന് പറയില്ല, ബട്ട് ഇതും എനിക്ക് വർക്കായ കാരണം മാത്രം ഞാൻ കാണിക്കണം. ഇവിടെ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ദ ഡെർമാക്കോൻ്റെ ഡിസൈൻ ബൈ ദ ഡെർമറ്റോളജിസ്റ്റ്. ഇത് ഡെർമറ്റോളജിസ്റ്റൊക്കെ ഒത്തുചേർന്ന് ഉണ്ടാക്കിയൊരു ബ്രാൻഡാണെന്നാണ് അറിയപ്പെടുന്നത്. ഇത് 100 ml പ്രൊഡക്റ്റാണ്. 1% സാലിസിലിക് ജെൽ ഫേസ് വാഷ് ഫോർ ആക്റ്റീവ് ആക്നെ. ഇതിൽ സാലിസിലിക് ആസിഡിൻ്റെ വിച്ച് ഹേസലുണ്ട്, വില്ലോ ബാക്ക് ഉണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്കിത് അത്രയും ഇഷ്ടപ്പെട്ട കാരണം മാത്രമാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തത്. ഇത് എനിക്ക് നന്നായിട്ട് വർക്കായി. ആൻഡ് ഇത് വെറും പിമ്പിൾ പ്രോണിന് മാത്രമല്ല, ഇത് നമ്മുടെ സ്കിൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഷൈന് തരുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ബേണിങ് സെൻസേഷൻ പോലെ ആ വാഷ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ബേണിംഗ് ഒന്നുമില്ല. ചിലർക്ക് അത് തോന്നുന്നില്ല. എനിക്ക് വർക്കായ ഒരു ആൻഡ് അതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടിയും പറയാനുള്ളത്, നമ്മുടെ ഈ പിമ്പിൾ പ്രോണിനും ആക്നെ പ്രോണിനും ഓയിലി സ്കിന്നൊക്കെ ഏറ്റവും നല്ലത് ജെൽ ബേസ്ഡ് ആണ്. ആൻഡ് ഇന്ന് ഞാൻ കാണിക്കുന്നതൊക്കെ ജെൽ ബേസ്ഡ് ആയ കാരണമല്ല ഞാൻ സെലക്ട് ചെയ്തത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം അത് നോക്കിയപ്പോൾ ഒക്കെ ജെല്ലാണ്. ആൻഡ് ഐ റിയലൈസ്ഡ് ദാറ്റ് എനിക്ക് ക്രീം ബേസിനേക്കാളും എനിക്ക് പിമ്പിൾസും ആക്നേസ് ഉള്ള സമയത്ത് എനിക്ക് എൻ്റെ സ്കിന്നിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ജെൽ ബേസ്ഡ് ആണ്. ഞാനും അതന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ പിമ്പിൾ പ്രോൺ ഭയങ്കര ഓയിലൊക്കെ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ഫേസ് വാഷ് ട്രൈ ചെയ്യാൻ നോക്കട്ടെ, ഈ ക്രീം ബേസിനേക്കാളും. അപ്പോൾ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ഇതാണ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഫേസ് വാഷ് വന്നിട്ട് ഇത് മെയിൻലി ഫോർ പിമ്പിൾ പ്രോൺ അല്ല, ഇത് ആക്ച്വലി ഓയിലി സ്കിന്നിനാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിത് പിമ്പിളിന് അങ്ങനെ വർക്ക് ആയിരുന്നില്ല, ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി സ്കിൻകാർ മാത്രമാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ആക്നെ കുഴപ്പമില്ല, ആക്നെ പ്രശ്നം അത്രയില്ല. ബട്ട് ഓയിലാണ് നിങ്ങളുടെ പ്രശ്നം വെച്ചെങ്കിൽ ഇത് നല്ലൊരു ഫേസ് വാഷാണ്. ഇത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു ഹെൽത്തി ഗ്ലോ തരുന്നൊരു ഫേസ് വാഷാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ സ്ക്വിക്കി ക്ലീൻ ആക്കുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. ഇന്ന് കാണിച്ച എല്ലാ ഫേസ് വാഷും അങ്ങനെ തന്നെയാണ്. ഇന്ന് കാണിച്ച എല്ലാ ഫേസ് വാഷും അങ്ങനെ തന്നെയാണ്. ബട്ട് ഇത് കുറച്ചും കൂടിയും അധികം സ്ക്വീക്കി ക്ലീൻ ആക്കുന്ന ഒരു ഫേസ് വാഷാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ട്. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ഫോർ ഓയിലി സ്കിൻ. നെക്സ്റ്റ് ഫേസ് വാഷ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഈ വീഡിയോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ചെറുതാക്കാനായിട്ട്. ഞാൻ കൂടുതൽ വലിച്ച് വാരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ ഞാൻ കൂടുതൽ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് കിടന്നു. ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് വേണം. അപ്പോൾ ഓരോ പ്രോഡക്റ്റിന് 5 മിനിറ്റ് നിങ്ങളുടെ ടൈം ഒരുപാട് എടുക്കും ഞാൻ. അത് കാരണം ഞാൻ വേഗം എൻ്റെ റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. നെക്സ്റ്റ് കാണിക്കാനുള്ളത് റീഇക്വലാണ്. റീഇക്വലിൻ്റെ ഇത് എന്നോട് എന്താ പറയുക, കുറേ മുന്നേ എനിക്കിതിൻ്റെ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എനിക്ക് ഫേസ് വാഷ് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ്. ആമസോണിൽ എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഓയിൽ കൺട്രോൾ ഫേസ് വാഷ് ഫോർ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ, നോൺ കോമഡോജനിക് ആണ് കേട്ടോ. ഇത് ഈ പിമ്പിൾ പ്രോൺ സ്കിൻകാർ ഈ നോൺ കോമഡോജനിക് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വിത്ത് സിങ്ക്, PCA, സോപ്പ്, സൾഫേറ്റ് ഫ്രീ ഒക്കെയാണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്. ആൻഡ് ഇത് 200 ml ആണ് കേട്ടോ. ഇത് കുറേ നാളെടുക്കും തീരാൻ, ബിലീവ് മീ, കുറേ നാളെടുക്കും തീരാൻ. കാരണം നമുക്ക് കുറച്ചേ വേണ്ടോ ഫേസിന്. ആൻഡ് ഇത് നമ്മുടെ ഫേസിന് അങ്ങനെ ഡ്രൈയിങ് ആക്കുന്നില്ല. ഡ്രൈയിങ് ആക്കുന്ന ഫേസ് വാഷ് ഉണ്ടാകും, ഞാൻ ഏതാണെന്ന് പറയാം. ഇത് എൻ്റെ സ്കിന്നിന്, എൻ്റെ എക്സ്ട്രീംലി ഓയിലാണ്, എൻ്റെ സ്കിന്നിന് അങ്ങനെ അങ്ങോട്ട് ഡ്രൈ ആക്കുന്നില്ല കേട്ടോ.
നെക്സ്റ്റ് കാണിക്കാനുള്ളത് കായ. അഗൈൻ കായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര നോൺ ബ്രാൻഡാണ് ആൻഡ് സർട്ടിഫൈഡ് ബ്രാൻഡാണെന്ന് ഞാൻ കേട്ടു. ഇതൊരു പ്യൂരിഫൈയിങ് ക്ലെൻസർ ഫോർ ആക്നെ പ്രോൺ സ്കിന്നിനാണ്. ഇതും ജെൽ ബേസ്ഡ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നമ്മുടെ ആക്നേനെ വേഗം ഡ്രൈ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ ഓയിലിനെ, ഇത് ഓയിൽ കൺട്രോളിങ്ങിനേക്കാളും കൂടുതൽ എനിക്കിത് ആക്നേനെയാണ് ആക്നേനെ ഹെൽപ്ഫുൾ ആയി എന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഈ എല്ലാ ഫേസ് വാഷും എൻ്റെ ഈ ഒരു മാസത്തെ അല്ല കേട്ടോ. നിങ്ങൾ പലപ്പോഴും ഇതിലത്തെ ഒരു 3-4 എൻ്റെ മുന്നേ കുറേ കൊല്ലങ്ങൾ മുന്നേ യൂട്യൂബിൽ ഡെഡിക്കേറ്റഡ് റിവ്യൂ കണ്ടിട്ടുണ്ടാവും. ഇതിലത്തെ ചിലത് ലൈക്ക് കോളേജ് ടൈം തൊട്ടുള്ളത്, ചിലത് നമ്മുടെ ഈ യൂട്യൂബ് ജേർണിയിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്ത കുറച്ച് ഫേസ് വാഷ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഇതിൽ പിന്നെ ഞാൻ ഇതിലത്തെ 2 വാങ്ങിച്ചത് ഇതിൽ കാണിക്കാനായിട്ടാണ്, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഞാൻ മുന്നും അപ്പോൾ ഇന്ന് ഇപ്പോൾ ചിലപ്പോൾ കോമൻസ് നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഈ ഡെർമാവൈവും ന്യൂട്രിഡേമും ഒക്കെ എന്താ കാണിക്കാത്തത്? ന്യൂട്രിഡേമിന് ക്ലെൻസർ ഇല്ലാന്ന് തോന്നുന്നില്ല, ഡെർമാവൈവ് ഉണ്ട്. ഡെർമാവൈവ് എന്ന് പറയുമ്പോൾ അത് സെൻസിറ്റീവ് സ്കിന്നിന് മെയിൻലി ആണ്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എനിക്ക് ആക്നെ പ്രോണും പിമ്പിൾ പ്രോണിനും ഓയിലി സ്കിന്നിനും മാത്രം ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഇന്ന്. അതാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. എൻ്റെ വേറെ ടോപ്പ് ഫേസ് വാഷസ് വീഡിയോ കുറേ മുന്നേ ഞാൻ ചെയ്യുന്നത്, അതിലത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു അപ്ഡേറ്റഡ് ഫോർ ഓൺലി ആക്നെ ഓയിലി പിമ്പിൾ പ്രോൺ സ്കിൻ. ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ്. വെറുതെ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് കാരണമാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് സ്കിൻ ക്രാഫ്റ്റിൻ്റെ ആണ്. അഗൈൻ ഇതിൻ്റെ ഒരു സെറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് കുറേ റിക്വസ്റ്റ് കുറേ മുന്നേ തൊട്ടേ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാനിത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, അത് ക്യാൻസലായി, എനിക്ക് പ്രോഡക്റ്റ്സ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാനത് അങ്ങനെ വിട്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ ഫേസ് വാഷ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. ഇത് അഗൈൻ നല്ലതാണ്, ഓയിലി സ്കിന്നിന് വളരെ വളരെ നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, സ്കിന്നിന് സ്ക്വീക്കി ക്ലീൻ നോൺ ഡ്രൈയിങ്, ഒരുപാട് അങ്ങനെ ഡ്രൈയിങ് അല്ല. എന്നാൽ ഡ്രൈ സ്കിൻകാർക്കൊന്നും ഇതിലത്തെ ഇന്ന് കാണിക്കുന്ന ഒരു ഫേസ് വാഷും പറ്റില്ല കേട്ടോ. നിങ്ങൾ ഇതിലത്തെ ഒന്നും ട്രൈ ചെയ്യണ്ട. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നിങ്ങളുടെ സ്കിന്നിന്, ഡ്രൈ സ്കിന്നെ ഇത് ഡ്രൈ ഔട്ട് ചെയ്യും. അത് കാരണം ഇതൊന്നും നിങ്ങൾ ഡ്രൈ സ്കിൻകാരെ, നോർമൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, ഡ്രൈ സ്കിൻകാർ ഇതൊന്നും ട്രൈ ചെയ്യരുത്. പിന്നെ കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആയിട്ട് നമ്മുടെ ഓയിലി സ്കിന്നിന് ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് വാഷാണ് ഈ സ്കിൻ ക്രാഫ്റ്റിൻ്റെ. നമ്മളിതിൻ്റെ പരസ്യങ്ങൾ കുറേ ഒരു കാര്യം കൂടിയിട്ടാണ്, ഇത് പെയ്ഡ് വീഡിയോ അല്ല, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റ്സാണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഫേസ് വാഷ് വന്നിട്ട് സെറ്റഫിലിൻ്റെ ഓയിലി സ്കിൻ ക്ലെൻസർ. ഓക്കെ, സെറ്റഫിൽ ഒരു ഡെർമാറ്റ് റെക്കമെൻഡഡ് ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയാം. ബട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സെറ്റഫിൽ ഞാനത് വീഡിയോയിൽ തന്നെ ഇന്നാൾ ക്ലിയർ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെറ്റാഫിൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ജെൻറ്റൽ സ്കിൻ ക്ലെൻസർ ഇല്ലേ, അതെനിക്ക് സൂട്ടാകില്ല. എനിക്ക് പിമ്പിൾസാണ് വന്നത്. അത് ചിലപ്പോൾ ഡ്രൈ സ്കിൻകാർക്കാവും വർക്ക് ആവുന്നതെന്ന് എനിക്ക് തോന്നാനായിട്ട്. അതേപോലെ തന്നെ സെറാവേ എന്നോട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് വർക്ക് ആകില്ല. അതും ഡ്രൈ സ്കിന്നിന് ആയിരിക്കും വർക്ക് ആകും. ബിക്കോസ് ഈ സെറാവയുടെയും സെറ്റാഫിലിൻ്റെയും ആ ക്ലെൻസർ, ആ ജെൻറ്റൽ ക്ലെൻസർ സെയിം ആണ്, എനിക്കൊരു വ്യത്യാസമില്ല. അതിൻ്റെ കൺസിസ്റ്റൻസി ആയാലും അതിൻ്റെ ആ ഫോമിങ് ഇതൊക്കെ സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് എൻ്റെ ഓയിലി സ്കിന്നിന് അതൊന്നും ചെയ്തില്ല. എൻ്റെ മുഖത്തെ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ അഴുക്ക് കളയും, അതുപോലും മര്യാദയ്ക്ക് കളയണില്ല ആ ജെൻറ്റൽ ക്ലെൻസർ. ബട്ട് ദിസ് വൺ എനിക്കിഷ്ടപ്പെട്ട സെറ്റഫിൽ ഓയിലി സ്കിൻ ക്ലെൻസറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ അതിനെ കൂടുതൽ പറയുന്നില്ല. ഇത് ഹൈപ്പോ അലർജനിക് ആണ്, സോപ്പ് ഫ്രീ ആണ്, നോൺ ഇറിറ്റേറ്റിംഗ് ആണ്, ജെൻറ്റൽ ഫോമിങ് ആക്ഷൻ, റിമൂവ്സ് എക്സസ് ഓയിൽ വിത്തൗട്ട് ഡ്രൈയിങ് ആൻഡ് ദാറ്റ് സ്ക്വീക്കി ക്ലീൻ ഉള്ളൊരു ഫിനിഷാണ് കേട്ടോ. നമ്മൾ മുഖമൊക്കെ കൈ കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് തോന്നും. ഈ ഒരു പ്രോഡക്റ്റും ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല, ഞാൻ കുറച്ച് മുന്നേ ഈ ഒരു 2 ബോട്ടിൽസ്, ഇതിൻ്റെ 2 ബോട്ടിൽ ഞാൻ ട്രൈ ചെയ്ത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ ഫേസ് വാഷിൻ്റെയും ലൈക്ക് ടോപ്പ് എൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷ് ചെയ്യാൻ മാത്രമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് എന്തായാലും എൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ നമ്മൾ പല പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്രൈയിങ് ആവും, ചിലപ്പോൾ ഭയങ്കര എക്സ്ട്രീംലി ഓയിലും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫേസ് വാഷ് ലൈക്ക് മോർണിംഗ് ഒരു ഫേസ് വാഷ്, ചിലപ്പോൾ നൈറ്റിലൊരു ഫേസ് വാഷ്, അങ്ങനെ ചിലവർ യൂസ് ചെയ്യും. അപ്പോൾ എന്തായാലും ഒന്നല്ലെങ്കിൽ ഞാൻ വല്ലവർക്കും കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ യൂസ് ചെയ്യും. ബിക്കോസ് എനിക്കിപ്പോൾ ഓൾറെഡി ഇതെല്ലാം എനിക്കിഷ്ടമാണ്. ബട്ട് നമുക്ക് എല്ലാം കൂടി ഇന്ന് ഇത് യൂസ് ചെയ്തിട്ട് നാളെ അത് യൂസ് ചെയ്താൽ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഞാനിത് വല്ലവർക്കൊക്കെ കൊടുക്കും. ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് മറ്റേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് തീരെ. അത് കാരണമാണ്. വീൻ ക്ലെൻസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇതിൽ കുറേ ഫേവറേറ്റ്സ് ഉണ്ടല്ലോ പറഞ്ഞ പോലെ. ഓക്കെ, വേറൊരു ഫേവറേറ്റും കൂടി ഉണ്ട്. എനിക്ക് ഇത് ടോപ്പ് ഫേവറേറ്റിൽ പെടും. വീൻ്റെ ക്ലെൻസ് ഞാൻ മുന്നും ആ വീഡിയോയിൽ കുറേ തള്ളി മറിച്ചിട്ടുണ്ട്. അത് പെയ്ഡ് വീഡിയോ അല്ല, അതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇത് ഞാൻ ആക്ച്വലി ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ വെറുതെ ഒന്ന്
ഈ വീൻ്റെ സൈഡിൽ പോയപ്പോൾ അവരെനിക്ക് റെക്കമെൻഡ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ട്രൈ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്കൗണ്ടിൽ കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം പർച്ചേസ് ചെയ്തു. അതും തീർന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. ആൻഡ് ഐ ലവ് ഇറ്റ്. ലൈറ്റ് വെയ്റ്റ്, നമ്മുടെ പിമ്പിൾസിനെ വേഗം ഡ്രൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് സ്കിന്നിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തിരി ഡ്രൈയിങ് ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു, നമ്മൾ ഫേസ് കഴുകി കഴിഞ്ഞാൽ ഇത്തിരി ഡ്രൈയിങ് ആയിട്ട് തോന്നും. മറ്റേതൊരു ചിലപ്പോൾ ഇത്തിരി ഗ്ലോയി ആയിട്ട് തോന്നും, ബട്ട് ഇത് ഇത്തിരി ഡ്രൈയിങ് ആയിട്ട് തോന്നും കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഫേസ് വാഷ് ഇതാണ് ഡെർമാറ്റ് റെക്കമെൻഡഡ്. എനിക്ക് ഇടയ്ക്ക് ഒരു അലർജി പോലെ ഉണ്ടായി. അലർജി അല്ല, അത് ആക്ച്വലി മേക്കപ്പ് യൂസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കോമ്പാക്റ്റ് ചില ടൈമിൽ കോമ്പാക്റ്റ് എനിക്ക് സൂട്ടാവില്ല, ഞാൻ പറഞ്ഞില്ല. ആ സമയത്ത് ഞാനൊരു ഡെർമാറ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഓൺലൈൻ എന്ന് വെച്ചാൽ വാട്സാപ്പ് വഴി കേട്ടോ. അപ്പോൾ എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു ഫേസ് വാഷ് ആയിരുന്നു ഇത് ഇത്തിരി സ്ട്രോങ് ഫേസ് വാഷാണ് കേട്ടോ. അത് കാരണം നിങ്ങൾ ഇത് ഡെർമാറ്റിനെ കൺസൾട്ട് ചെയ്യാണ്ട് യൂസ് ചെയ്യരുത്. ഇതെനിക്ക് വർക്കായ കാരണം ഞാനിത് പറയണു. ആൻഡ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അതിൽ കമൻറ്റ് ചെയ്തു അവരും ഡെർമാറ്റ് റെക്കമെൻഡ് ചെയ്തിട്ട് അവർ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഒരു അപ്പോൾ ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഡെയിലി യൂസിനല്ല, എനിക്ക് പിമ്പിളും ആക്നെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. എൻ്റെ സ്കിൻ ഇടയ്ക്ക് ക്ലിയർ ആവും. എൻ്റെ ഇപ്പം തന്നെ ഒരു കഴിഞ്ഞ ആഴ്ച വരെ നല്ല ക്ലിയർ ആയിരുന്നു. ബട്ട് കഴിഞ്ഞ ആഴ്ച അന്നൊരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്തില്ല, അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ ചെറുതായിട്ട് പൊന്തി. അത് ഹീറ്റ് ബോൾസ് ആണോ ഈ ആക്നെ ആണോ എന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഡെയിലി യൂസ് നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് പിമ്പിളാണ്, ആക്റ്റീവ് ആക്നീസ് ഉണ്ടെങ്കിൽ ഡെയിലി യൂസ് ഓക്കെ, കുഴപ്പമില്ല. ബട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തിരി ഡ്രൈയിങ് ആണ്. അത് കാരണം ഞാനിത് അങ്ങനെ ഡെയിലി 2 times എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ മോർണിംഗിലൊരു ഫേസ് വാഷ്, നൈറ്റിലൊരു ഫേസ് വാഷ്, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു ടൈം മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. കാരണം ഇത് ഞാൻ ബിഗിനിങ്ങിൽ ഏറ്റവും ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഈ ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ മുഖം മൊത്തം കഴുകുമ്പോൾ ഈ ഭാഗത്തൊക്കെ വരില്ല. അപ്പോൾ എനിക്ക് ഈ ഭാഗത്തൊക്കെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈയിങ് ആയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഞാനിവിടെ തന്നെ ഒരിക്കാറുള്ളൂ, കണ്ണിന് ചുറ്റും ഈ ഫേസ് വാഷ് ഇടാറില്ല. ഇതെന്നല്ല, ഒരു ആക്നെ പ്രോൺ ഫേസ് വാഷും ഞാൻ കണ്ണിന് ചുറ്റിട്ടിട്ട് ഇടാറില്ല. ബട്ട് കഴുകുമ്പോൾ ലാസ്റ്റ് അത് അവിടേക്ക് എത്തില്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ഏരിയ ഭയങ്കര ഡ്രൈയിങ് ആയി. ആൻഡ് ഈ ഫുൾ സ്കിൻ തന്നെ ഭയങ്കര ഡ്രൈയിങ് ആയി. അപ്പോൾ അങ്ങനെ ഡ്രൈയിങ് ഇതാണ്. പിന്നെ ഇത് കുറച്ച് ഒരു 1 month കഴിഞ്ഞപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും സൂട്ട് ചെയ്യണം എന്നില്ല. ഇത് അത്രയും ആക്റ്റീവ് ആക്നെ, അതും എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആക്നെ ആണെന്ന് ഡോക്ടറിനെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. എൻ്റെ ടൈപ്പ് ഓഫ് ആക്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു അലർജി പോലെ ഇങ്ങനെ പടർന്നു വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമാണ്. ആൻഡ് ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് പറയും, ക്ലിനിക് പ്ലസ് ഷാമ്പൂയിൽ ഇതിൻ്റെ കളറും അങ്ങനെ തന്നെയാണ് കേട്ടോ. ക്ലിനിക് പ്ലസ് ഷാമ്പൂയുടെ പോലെയാണ് ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ കളറും. ആൻഡ് ഇത് 450 rupees ഓൺലൈൻ കിട്ടുന്നുണ്ട്. ഭാഗ്യം 200 grams കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു പ്രൈസ് ഇതിന് കുഴപ്പമില്ല. ഐ തിങ്ക് ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അവീൻ്റെ ആണെന്ന് തോന്നുന്നു. സെറ്റാഫിൽ അവീൻ ഓക്കെ, സെറ്റാഫിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യാൻ നോക്കാം. ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാനിതൊക്കെ ആമസോണിലാണ് വാങ്ങിക്കാറ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയാലും കിട്ടും കേട്ടോ. ഇതിലത്തെ എല്ലാതും കിട്ടില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദെം ഓൺലൈനിലെല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വർക്കായത്. ഇത് ആരും എനിക്ക് സ്പോൺസർ ചെയ്തതോ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നതോ ഒന്നുമല്ല. ഇതിലത്തെ 2-3 എണ്ണം എനിക്ക് റിവ്യൂ പർപ്പസിന് വേണ്ടി സ്പോൺസേർഡ് ആയിട്ട് തന്നെ വന്നില്ല. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ സ്പോൺസേർഡ് അല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതിപ്പോൾ ഫേസ് വാഷ് കഴിഞ്ഞു, ഇനിയിപ്പോൾ മോയ്സ്ചറൈസറിൽ അങ്ങനെ ഉണ്ടോ, വല്ല റെക്കമെൻഡേഷൻസ് വേണോ? സൺസ്ക്രീൻസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ ഇനി എന്തായാലും കോമെൻറ്റ് ചെയ്ത് പറയണം കേട്ടോ, ഏതാണ് ഇനി അടുത്തത് നോക്കണം. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് കുറച്ചിങ്ങനെ ഗ്യാപ്പെടുത്ത് ചെയ്യാമല്ലോ. അത്രയേ ഉള്ളൂ. ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ, നിങ്ങളെപ്പോലെ പിമ്പിൾ പ്രോൺ, ആക്നെ പ്രോൺ സ്കിന്ന് വല്ലവരും ഉണ്ടെങ്കിൽ ഇതെനിക്ക് വർക്ക് ആയതാണ്. ഞാൻ ഡോക്ടറല്ല, ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ്. എൻ്റെ സ്കിന്നിന് ആസ് എ കൺസ്യൂമർ ട്രൈ ചെയ്ത് വർക്കായ പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഒരെണ്ണം മാത്രം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഡെർമാറ്റ് റെക്കമെൻഡഡ് ആയിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഇതെനിക്ക് വർക്കായി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ലവ് യു.